ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. സോ ഇന്ത്യക്ക് വളരെ ഈസി ആയിട്ടൊരു വിജയം തന്നെ നേടിയെടുക്കാൻ സാധിക്കുകയാണ് സിംബാബ്വെക്കെതിരെ 4-ാം മത്സരത്തിൽ. ആദ്യത്തെ മത്സരത്തിൽ തോൽവി ഒഴിച്ചു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഇന്ത്യക്ക് ഫൈറ്റ് കൊടുക്കുന്ന മത്സരങ്ങളൊന്നും സിംബാബ്വെക്ക് നടത്തിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നത്തെ മത്സരം വളരെയധികം ഈസി ആയിട്ടാണ് ഇന്ത്യ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ത്രൂ ഔട്ട് ഈ ഒരു സീരീസിലേക്ക് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വലിച്ചു കീറി അനാലിസിസ് നടത്തേണ്ട ആവശ്യമില്ല എന്ന് എല്ലാവർക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇന്ത്യയുടെ T20 സൈഡിലെ പെർമനന്റ് ലൈനപ്പ് അല്ല. അതായത് പലർക്കും റിസ്റ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണ് ഇത്രയേറെ യുവതാരങ്ങൾക്ക് ഈ ഒരു സീരീസിൽ അവസരം കൊടുത്തിട്ടുള്ളത്. ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക സീരീസ് വരുമ്പോഴേക്കും സീനിയർ താരങ്ങളെല്ലാം തന്നെ ടീമിലേക്ക് തിരിച്ചു വരും. ലൈക്ക് ഋഷഭ് പന്ത്, സൂര്യകുമാർ യാദവ്, അതോടൊപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ബോളിംഗ് സൈഡിലേക്ക് ബൂമ്ര ശ്രീലങ്ക സീരീസിൽ T20 സൈഡിൽ കളിക്കാൻ സാധ്യത കുറവാണ്. കാരണം സെപ്റ്റംബറിൽ ടൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് ഇന്ത്യക്കുള്ളത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു റെസ്റ്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ട്. എനിക്ക് തോന്നുന്നു 3 മത്സരങ്ങളാണ് ആ ഒരു ശ്രീലങ്ക സീരീസിൽ T20 സൈഡിൽ ഇന്ത്യക്കുള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ നിലവിലെ ലൈനപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഗില്ല്, ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ എന്നീ 3 പേരെ നമുക്ക് റീപ്ലേസ് ചെയ്ത് മാറ്റിയിടാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കോമ്പിനേഷൻ ഓപ്പണിംഗ് സൈഡിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ലൈക്ക് അഭിഷേക് ശർമ്മയുടെയും ജയ്സ്വാളിന്റെയും മാക്സിമം പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ സാധിക്കുന്ന പവർ പ്ലേ ഓവറുകളിലാണ്. ഈ 2 പേര് ഓപ്പണിംഗ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഗില്ലിനെ 1 ഡൗൺ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്ന് തോന്നുന്നുണ്ട്. ഒരു സഡൻ വിക്കറ്റ് ലോസ് വന്നു കഴിഞ്ഞാൽ തന്നെ ഗില്ലിനെ അവിടെ ഹോൾഡ് ചെയ്ത് കളിക്കാൻ സാധിക്കും. വേണമെങ്കിൽ അഗ്രസീവ് സൈഡിലേക്ക് മാറാൻ സാധിക്കും. ഇങ്ങനൊരു കാര്യം വരുമ്പോഴേക്കും ഋതുരാജ് ഗെയ്ക്വാദ് എന്ന പ്ലെയർ ഈ ഒരു 11ൽ ലൈനപ്പിലേക്ക് വരാനുള്ള സാധ്യതകൾ വളരെയധികം കുറവാണ്. ഗില്ല് അല്ലെങ്കിൽ ഋതുരാജ് ഗെയ്ക്വാദ് ഇവർ 2 പേരുടെയും ആവശ്യം ഒരേ ലൈനപ്പിൽ സാധ്യതകൾ കുറവാണ്. സീനിയർ താരങ്ങളും കൂടി വന്നു കഴിയുമ്പോൾ അപ്പോൾ ലൈനപ്പിൽ ഇട കിട്ടാൻ സാധ്യത കുറവാണ്. എന്തായാലും ഫ്യൂച്ചർ സേഫ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും നമ്മുടെ ഈ ഒരു ലൈനപ്പിന്റെയും ഫുൾ പൊട്ടൻഷ്യൽ അറിയാൻ നമുക്ക് സാധിച്ചില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫൈറ്റ് ആദ്യത്തെ മത്സരത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇന്ത്യക്ക് വരുത്തിയിട്ടില്ല സിംബാബ്വെ. അതാണ് വേറൊരു കാര്യം. എന്തായാലും ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക സീരീസിലെ സ്ക്വാഡ് അനാലിസിസ് ഉടൻ തന്നെ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഞ്ജു സാംസണും സ്ക്വാഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഋഷഭ് പന്ത് തിരിച്ചു വന്നു കഴിഞ്ഞാൽ സഞ്ജുവും അതോടൊപ്പം തന്നെ ഋഷഭ് പന്ത് ആയിരിക്കും വിക്കറ്റ് കീപ്പർ, ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ. ജൂറലിന് അവസരം കിട്ടാൻ സാധ്യത കുറവാണ്. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. ODI സീരീസിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ചിലപ്പോൾ സഞ്ജുവിന് അവസരം കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഗൗതം ഗംഭീറിന്റെ പ്ലാനിങ്ങിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദിവസം കമന്റായി രേഖപ്പെടുത്തുക. ഇറ്റ്സ് മീ ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ഗൈസ്. പിന്നെ ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലൈനപ്പിൽ എൻ്റർ ചേഞ്ച് തന്നെ സംഭവിക്കാൻ സാധ്യത. തുഷാർ ദേശ്പാണ്ഡെ ഒന്നും ചിലപ്പോൾ സീരീസിലൊന്നും കാണില്ല. ചിലപ്പോൾ നല്ല കാണാൻ ചാൻസേ ഇല്ല. അല്ലെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു ബൂമറയ്ക്ക് ഈ സെപ്റ്റംബറിൽ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ ബൂമറയ്ക്കൊക്കെ ചിലപ്പോൾ റെസ്റ്റ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ജൂനിയർ താരങ്ങൾക്ക് അവസരം കിട്ടിയേക്കാം. എന്നാലും തുഷാർ ദേശ്പാണ്ഡെ 11ലേക്ക് വരാൻ അല്ലെങ്കിൽ ലൈനപ്പിലേക്ക് വരാനുള്ള സാധ്യത കുറവാണ്. ആവേശ് ഖാൻ ഉണ്ടാവും. ഖലീൽ അഹമ്മദ് കുറച്ചുകൂടി ബെറ്റർ ആയി വരുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്ന് തന്നെ കാണാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് രേഖപ്പെടുത്തി. ഗൂഗിൾ സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.